ഇന്നത്തെ പണി നമുക്ക് ബാത്റൂമിൽ ടൈൽസ് താന്നു പോയിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പുതിയ ടൈലിടണം. അങ്ങനെ അതൊക്കെ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല കുണ്ടാണ്. കാരണം പഴയ കാലത്ത് കോൺക്രീറ്റ് ചെയ്ത് അപ്പം തന്നെ ടൈൽസ് ഇട്ടതാണെന്ന് തോന്നുന്നു, ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വേരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ടൈൽസും ഇളക്കിയെടുത്ത് ടൈൽസിന്മേലുള്ള പിടുത്തം മാത്രമേ ഉള്ളൂ, അല്ലാതെ നിലത്ത് കോൺക്രീറ്റിലൊരു പിടുത്തമില്ല. അങ്ങനെ ആയിരിക്കണം. ഉള്ളിൽ മണ്ണൊക്കെ താന്ന് പോയിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയതാണ്. സൈഡിൽ നല്ല വേരുണ്ട്. അവിടെ ഒരു പ്ലാവിൻ്റെ മരമുണ്ട് ബാത്റൂമിൻ്റെ അങ്ങേപ്പുറത്ത്. അതിൻ്റെ വേരാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഏകദേശം എടുത്ത് ആ ടൈൽ അവിടെ തന്നെ വിട്ട് കണ്ട് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി താവണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് എടുത്ത ടൈൽ അവിടെ തന്നെ വെച്ചു. രണ്ടെണ്ണം അവിടെ തന്നെ കൂടുതൽ താന്നിട്ടുള്ളത്. അങ്ങനെ കോൺക്രീറ്റ് മിക്സാക്കി ഇപ്പോൾ കോൺക്രീറ്റ് ഇടണം. കോൺക്രീറ്റ് ഇടാനുള്ള സെറ്റപ്പിൽ തുടങ്ങി. ഏകദേശം കോൺക്രീറ്റ് കൂട്ടി കോൺക്രീറ്റ് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് ഇട്ട് അങ്ങനെ കുത്തി ഇറക്കുന്നുണ്ട് കോൺക്രീറ്റ്. അങ്ങനെ അത് ഏകദേശം കോൺക്രീറ്റിൻ്റെ പണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ അവിടെ അത്യാവശ്യം താഴ്ച ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സ്റ്റെപ്പ് വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ എന്താ വെച്ചാൽ വയസ്സായ ആളുകൾക്ക് ഇറങ്ങാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 കട്ട വെച്ചിട്ട് നമ്മൾ ഹൈറ്റ് കൂട്ടണം. അവിടെ സ്റ്റെപ്പ് കിട്ടുകയാണ്. കാരണം ബാത്റൂം അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. പഴയ കാലത്ത് ഉണ്ടാക്കിയ ബാത്റൂമാണ്. അതുകൊണ്ട് സ്റ്റെപ്പ് ഇല്ല അവിടെ. സാധാ ഒരു 10-12 ഇഞ്ചിൻ്റെ അടുത്ത് ഏകദേശം ഹൈറ്റ് ഉണ്ട്. അങ്ങനെ 2 കല്ലിട്ട് കണ്ട് സ്റ്റെപ്പ് ആക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ റെഡിയാവും. ഇത് ടൈൽസിൻ്റെ പണിയും കൂടി കഴിഞ്ഞ് വരുമ്പോൾ അത് കറക്റ്റാവും. അങ്ങനെ അളവൊക്കെ നോക്കി ഒരു കാല് സാധാ സ്റ്റെപ്പ് മാറിക്കില്ല, നമ്മൾ കാല് ഫുള്ള് സ്റ്റെപ്പും ഒതുങ്ങുന്ന മാറിക്കുള്ള സ്റ്റെപ്പ് കിട്ടിയിട്ടുള്ളൂ. അത് നോക്കിയിട്ടാണ് വെച്ചത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വലിയ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, അവിടെ നമ്മൾ ഇറങ്ങാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് ഏകദേശം ആ സ്റ്റെപ്പ് കെട്ടിക്കാണ്ട് അതിൻ്റെ ബാക്ക് ഭാഗത്ത് പീസൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഫില്ലാക്കും. അങ്ങനെ ഇപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ അടുത്ത് നല്ല വെട്ടിയിറക്കുകയാണ്. കാരണം സ്റ്റെപ്പല്ല, നല്ല വെട്ടിയിറക്കി നല്ല ഇതാക്കണം. കാരണം അതിന് ഉറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിലാണ് ഇട്ടത്. അതുകൊണ്ട് സ്റ്റെപ്പിനൊരു പ്രശ്നമില്ല. എന്നാലും നമ്മൾ അടവൊക്കെ കറക്റ്റ് ആക്കി അടിച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ്. അങ്ങനെ ഏകദേശം സ്റ്റെപ്പിൻ്റെ പണി എല്ലാം കഴിഞ്ഞ് കോൺക്രീറ്റും കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇവിടെ തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ ഇട്ടപ്പോൾ മണ്ണൊക്കെ ആയിട്ടുണ്ട് ടൈൽസിൻ്റെ. അതൊക്കെ തുടച്ച് റെഡിയാക്കി തുടച്ച് ക്ലിയർ ആക്കിയിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞ്. ഇന്നിപ്പോൾ ടൈൽസ് ഇടണില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ടൈൽസ് ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ കോൺക്രീറ്റും സെറ്റാകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞതിൻ്റെ ദിവസമാണ് ഞങ്ങൾ ടൈൽസ് ഇടാൻ വന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ അവിടെ ഉപയോഗിച്ചതായതുകൊണ്ട് നനവ് ഉണ്ടായതുകൊണ്ട് പൊടിയാണ് ഇടേണ്ടത്. കാരണം അവിടെ നല്ല നനവുണ്ട്. അപ്പോൾ അതിന് സിമെൻറ്റ് പൊടിച്ചിട്ട് ബാത്റൂം പണി തുടങ്ങിയപ്പോൾ കൊതുവിൻ്റെ ഭയങ്കര ശല്യമുണ്ട്. നല്ല കൊതുണ്ട് ബാത്റൂമിൽ. അങ്ങനെ ഓരോ ടൈല് അതിനനുസരിച്ച് വെച്ച് കൊടുക്കണം, സ്ലോപ്പിനനുസരിച്ച്. അത് പരത്തിയിട്ട് ആ ടൈല് വല്ല തട്ടി ആ റെഡിക്കാക്കണം സംഭവം. കാരണം നമുക്ക് ആ റെഡിക്കാൻ നമുക്ക് ഇനി ടൈൽസ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഴയ ലെവലിൽ തന്നെ വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ആ ടൈൽസ് നേരെ വെക്കുക, വല്ല തട്ടിയിട്ട് പിറ്റിലേൽ വെക്കണം. അതാവുമ്പോഴാണ് നമുക്ക് കറക്റ്റാവുള്ളൂ. മറ്റേ നമ്മൾ ഇത് വേറെ ആക്കി കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഏകദേശം നമ്മളിങ്ങനെ 2ാമത്തെ ടൈൽ വെച്ച് ഒക്കെ കറക്റ്റാക്കി വെക്കണേ. തള്ളാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അടി തള്ളാൻ ആ പഴയ ലെവലിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ നല്ല കൊതുവുണ്ട്. അതാണ് കൊതുവിനെ ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈലും വെച്ച് ഇപ്പോൾ അതും ഫിറ്റിലെ വെച്ച് നോക്കുകയാണ്. സ്ലോപ്പ് അത്യാവശ്യം സ്ലോപ്പുണ്ട്. ഇത് പഴയ കാലത്തെ ടൈൽസ് ഇട്ടതാണ്. ഇപ്പോൾ 2 ഇഞ്ചൊക്കെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ചെറിയൊരു ബാത്റൂമിന് വേണ്ടിയിട്ട്. ആ വോൾസിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ചിൻ്റെ ഏകദേശം സ്ലോപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി. പിന്നെ സ്റ്റെപ്പ് ഇടണമെന്നും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ എവിടെ ബാത്റൂമിൽ ടൈലിടണമെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് കോൺക്രീറ്റും ചെയ്ത് ടൈൽസ് ഇടരുത്. അതാണ് ഇതിനൊക്കെ വരുന്ന കാരണം. ഒറ്റ ദിവസം തന്നെ കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മൾ ടൈൽസ് ഇടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കാരണം എന്താ വെച്ചാൽ അത് സെറ്റാകാനും ഇതിനുള്ള ടൈം ബാത്റൂമിൽ കിട്ടണില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ബാത്റൂമിൻ്റെ ടൈലിടുമ്പോൾ കോൺക്രീറ്റും
ടൈൽസ് ഇടുന്ന ഒരു ദിവസം ആക്കരുത്. കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് ഒരു 2 ദിവസം നന കെട്ടിയ ദിവസം ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.